ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. സാധാരണയായി ദൈവവിളി എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്ന 2 ദൈവവിളികളെക്കുറിച്ച് ഇന്ന് സുവിശേഷം പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമതായി വിവാഹം, കുടുംബജീവിതം. രണ്ടാമതായി ദൈവവിളി, പൗരോഹിത്യം അഥവാ സന്യാസം. ഈ വിഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കർത്താവിൻ്റെ മുൻപിലേക്ക് വരുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്, അവരുടെ ഉള്ളിൽ വന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് കർത്താവ് ഇന്ന് പഠനം ആരംഭിക്കുന്നത്. നിയമാനുസൃതമായി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയോ തെറ്റോ? കാരണം മോശ ഇങ്ങനെയൊരു നിയമം ഇവർക്ക് നൽകിയിട്ടുണ്ട്, ഉപേക്ഷാപത്രം നൽകി ഭാര്യ ഉപേക്ഷിക്കുക എന്നുള്ളത്. യേശു ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിവാഹ ജീവിതമായാലും ദൈവവിളി സ്വീകരിച്ച് വിവാഹേതര ദൈവവിളിയിലേക്ക് പ്രവേശിക്കുന്നതായാലും, പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ പ്രവേശിക്കുന്നതായാലും, ഇത് രണ്ടും മനുഷ്യൻ്റെ തീരുമാനമോ മനുഷ്യൻ്റെ ഇച്ഛയോ അല്ല, പരിപൂർണമായി ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് കർത്താവ് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ ഒരുമിച്ച് ചേർത്തു എന്ന് പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്കോ പൗരോഹിത്യ സന്യാസ ദൈവവിളികളിലേക്കോ ഒരുവൻ പ്രവേശിക്കുന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടത്താലല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹിതരായ ഒരു മനുഷ്യന് അവൻ്റെ ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഉപേക്ഷിക്കുവാൻ കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. കാരണം അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവഹിതമനുസരിച്ച് വിവാഹിതരായവരെ വേർതിരിക്കാൻ ഭൂമിയിലെ ഒരു മനുഷ്യനും അധികാരമില്ല. ഒരു കാര്യം കൊണ്ടും അത് നടത്താൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ പ്രവേശിക്കുന്നതും ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, അത് സ്വർഗരാജ്യത്തെ പ്രതി നമ്മൾ എടുക്കുന്ന തീരുമാനമാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവമാണ് ഓരോ മനുഷ്യരും ഏത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് കർത്താവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അല്ലാതെ ഏതെങ്കിലും യോഗ്യതയോ ആരുടെയെങ്കിലും വീഴ്ചകളെയോ പ്രതി ജീവിതാന്തസ്സുകളിലേക്ക് കടന്നു വരാനോ ജീവിതാന്തസ്സ് അവസാനിപ്പിക്കുവാനോ ആർക്കും കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ആർക്കും ഭാര്യയും ഭർത്താവിനെയും ഉപേക്ഷിക്കാൻ അധികാരമില്ല. ദൈവം തിരുഹിതത്താൽ തീരുമാനിച്ചതാണ് വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വർഗരാജ്യത്തെ പ്രതിയല്ലാതെ ഷണ്ഡരാക്കുന്നവരെ പറ്റി, സ്വർഗരാജ്യത്തെ പ്രതിയല്ലാതെ ഈ ഒരു വിഭാഗത്തിലുള്ള ജീവിതം, വൈവാഹിക ജീവിതം ഉപേക്ഷിക്കുന്നവരെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സാഹചര്യങ്ങൾ മൂലം ഷണ്ഡരാകുന്നവരുണ്ട്. എന്നാൽ പരിപൂർണ തീരുമാനത്തോടുകൂടെ ദൈവത്തിനു വേണ്ടി, സ്വർഗരാജ്യത്തിനു വേണ്ടി ഷണ്ഡരാകുന്നവരുമുണ്ട്. ഏറ്റവും മൂല്യമുള്ളത് സ്വർഗരാജ്യത്തിനു വേണ്ടി ഷണ്ഡരാകുക എന്നുള്ളതാണ്. ഈ 2 ദൈവവിളികളെയും പറ്റി യേശു ഇന്ന് സുവിശേഷത്തിലൂടെ പ്രതിപാദിക്കുമ്പോൾ ഈ 2 ദൈവവിളികളിലും അടിസ്ഥാനമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ തീരുമാനമല്ല, മനുഷ്യൻ്റെ ചോയ്സ് അല്ല, ദൈവമാണ് ഇതിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നതും കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് ഓരോ ജീവിതാന്തസ്സിലേക്കും പ്രവേശിക്കുന്നതും. അതുകൊണ്ട് ഇത് മാറ്റാനോ തിരുത്താനോ മനുഷ്യരായ നമുക്ക് അധികാരമില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. പരിപൂർണ സമ്മതത്തോടെ വിവാഹിതരായവർ ജീവിതകാലം മുഴുവൻ ഈ ഒരു വിവാഹബന്ധത്തിൽ നിലനിൽക്കാനും, പരിപൂർണ സമ്മതത്തോടെ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡരായവർ ഈ ഒരു ജീവിതാന്തസ്സിൽ ജീവിതാവസാനം വരെ തുടരാനും ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് കർത്താവ് എന്ന സുവിശേഷത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.